ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇപ്പോഴും പലർക്കുള്ള ഒരു ഡൗട്ടാണ്, തലവതിയുടെ ലാസ്റ്റ് സിനിമയാണോ ജനനായകൻ അതോ പുള്ളി തിരിച്ച് സിനിമയിലേക്ക് തന്നെ എത്തുമെന്ന്. ഞാനിവിടെ പറയാൻ പോകുന്നത് തികച്ചും പോസിബിലിറ്റീസ് മാത്രമാണ്. നിങ്ങൾ ആ സെൻസിൽ മാത്രം കാണുക. ഒട്ടും സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ കാര്യം, ജനനായകനാണ് പുള്ളിയുടെ ലാസ്റ്റ് സിനിമ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും സിനിമയിൽ നിന്ന് പുള്ളി മുഴുവനായിട്ട് മാറി നിൽക്കത്തില്ല. ഇപ്പോൾ ഈ 2025 മാത്രം നോക്കിക്കേ, തമിഴ് ഇൻഡസ്ട്രിയിലെ ടോപ്പ് ആക്ടേഴ്സിൻ്റെ സിനിമ മൊത്തം 2025 ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് കളക്ഷൻസ് ആണ് ബോക്സ് ഓഫീസിൽ നേടിയത്. മുൻ ഹൈപ്പ് വന്ന് 1000 കോടി നേടുമെന്ന് പറഞ്ഞാൽ കൂലി പോലും ഇവിടെ ഒന്ന് പെടാപ്പാട് പെടുമായിരുന്നു. ഒരു വിജയ സിനിമ ഇല്ലെങ്കിൽ ഒരു വർഷത്തെ ബോക്സ് ഓഫീസിൻ്റെ ഇടവ് എത്രത്തോളം ഉണ്ടെന്ന് ഈ 2025 നമുക്ക് കാണിച്ചു തന്നു. അത് തലവതിക്ക് പറയാം, താനൊരു ബ്രാൻഡാണെന്നും താൻ പോയ ഈ ഇൻഡസ്ട്രിക്ക് വലിയൊരു നഷ്ടമായിരിക്കുന്നു. പക്ഷെ പുള്ളിയുടെ എയിം വേറെന്തോ ആണ്, അത് അവിടെ ഇരിക്കട്ടെ, അത് നമ്മൾ നോക്കാനേ വേണ്ട. പിന്നെ ചില അണ്ണന്മാര് പറയും, എടോ നിന്റെ വിജയണ്ണനെ അഭിനയിക്കാൻ അറിയുമോ, ഗോസ്റ്റ് കാണിക്കാനല്ലേ അറിയൂ. ഇങ്ങനെയുള്ള അണ്ണന്മാരോട് എനിക്ക് പറയാനുള്ളത്, പുള്ളി പക്ക ഒരു എന്റർടൈനർ ആണ്. അതേപോലെ ഒരു എന്റർടൈനർ തമിഴ് ഇൻഡസ്ട്രി എന്നല്ല ഇന്ത്യൻ ഇൻഡസ്ട്രി തന്നെ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അതിലൊരാൾ തന്നെ എന്റെ തലവതിയും. പിന്നെ അഭിനയിക്കാൻ അറിയോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എന്റെ പൊന്നണ്ണന്മാരെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ കത്തിയിലെ ജീവാനന്ദത്തിന്റെ സീനൊക്കെ ഒന്ന് കണ്ടു നോക്കുക, അല്ലെങ്കിൽ ലിയോയിലെ ആ പാർത്ഥിവനെ ഒന്ന് എടുത്തു വെച്ച് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയത്തില്ലെന്നാ പറയാൻ പറ്റുന്നെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ണുകേട് തന്നെ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് വിട്, നമുക്ക് പോസിബിലിറ്റീസ് നോക്കാം. പുള്ളി തിരിച്ചൊരാളെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പുള്ളി ലൊക്കേഷൻ എടുത്ത വാക്കോ എഗ്രിമെന്റോ എന്ന് പറയാം. എന്ന് വെച്ചാൽ അടുത്ത വരായിരിക്കുന്ന LCU സിനിമകളിൽ പുള്ളി ക്യാമിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മുഴുനീള ക്യാരക്ടറായിട്ടോ വന്നേ പറ്റൂ. ലൊക്കേഷന്റെ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് ലിയോ ആണ് LCUയിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ എന്ന്. പുള്ളിക്ക് ഏത് നിമിഷം എന്ത് വേണേലും ആവാൻ പറ്റും. ഒരേ നിമിഷം പാർത്ഥിവനും ആവാം, പാർത്ഥിവന് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ലിയോയും ആവും. പാർത്ഥിവനെ ഫുള്ളും കൺട്രോൾ ചെയ്യാൻ അതിനകത്ത് ആർക്കും പറ്റുന്നില്ല. അപ്പോൾ ലിയോയുടെ കാര്യം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും. കാരണം ചില സീനുകളിലൊക്കെ അവിടെ ഇവിടെ ലിയോ വന്നു പോകുന്നുണ്ട്. ആദ്യം നോർമലായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പാർത്ഥിവനും പിന്നെ ഫാമിലി ആക്രമിക്കുമ്പോൾ അത് ലിയോ ആയിട്ട് മാറുന്നു. പലരും റോളക്സിനെ കമ്പയർ ചെയ്യുന്നത് താനോസുമായിട്ടാണ്. ശരിയാണ്, താനോസും പവർഫുൾ ആണ്, റോളക്സും പവർഫുൾ ആണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഫൈറ്റ് സീൻസോ അങ്ങനത്തെ ഒന്നും കാണിച്ചിട്ടില്ല, സിനിമയൊന്നും കാണിച്ചിട്ടില്ല, അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ഇരിക്കുന്ന ഏറ്റവും ടോപ്പ് വില്ലൻ റോളക്സ് തന്നെ. താനോസിനേക്കാളൊക്കെ പവർഫുൾ ആയിട്ടുള്ള വില്ലൻ ഇവിടെ ഉണ്ട്, നള്ളെന്ന് പറയും. നമുക്കറിയാം താനോസിനെ കൊല്ലാൻ വേണ്ടി അവഞ്ചേഴ്സ് കിടന്ന് പെടാപ്പാട് കിടന്നുണ്ട്. പക്ഷേ ഈ നള്ള് ഈ അവഞ്ചേഴ്സിനെ കുത്തുവാൾ എടുപ്പിക്കുന്നുണ്ട്. വീഡിയോ തുടങ്ങിയത് തലവതി സിനിമയിലേക്ക് തിരിച്ചു വരുമോ അതോ ഇല്ലയെന്നാണ്. ഇപ്പൊ നള്ളു വരെ എത്തി. ഇതൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതല്ല. താനോസ് മാത്രമല്ല പവർഫുൾ ആയിട്ടുള്ള വില്ലൻ, അതുക്കും മേലെ പവർഫുൾ ആയിട്ടുള്ള വില്ലന്മാരൊക്കെ ഉണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിച്ചെന്ന് മാത്രം. ലിയോ എന്ന ക്യാരക്ടറിനെ നമുക്ക് നെഗറ്റീവായിട്ടും കൊണ്ടുവരാം, പോസിറ്റീവായിട്ടും കൊണ്ടുവരാം, അല്ലെങ്കിൽ വിക്രമിന്റെ സൈഡും കൊണ്ടുവരാം, റോളക്സിന്റെ സൈഡും കൊണ്ടുവരാം. പുള്ളി അങ്ങനെ ഇങ്ങനെയൊന്നും അവരുടെ സൈഡിൽ പോവില്ല. പുള്ളി അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ പുള്ളിയുടെ ഫാമിലിക്ക് എന്തെങ്കിലും സംഭവിക്കണം. അതിപ്പോൾ റോളക്സ് ആ ഫാമിലി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ പുള്ളി വിക്രമിന്റെ സൈഡായിരിക്കും. ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് സ്വന്തം ഫാമിലി എന്തെങ്കിലും ചെയ്താൽ, അല്ലെങ്കിൽ കൊന്നു തന്നെ അങ്ങ് വെച്ചോ, ലിയോ പിന്നെ വെറുതെ ഇരിക്കുമോ? ഓപ്പോസിറ്റുള്ള ആളെ കൊന്നിരിക്കും. ആ കൊല്ലുമെന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ടാണേ. ഞാൻ ഉദ്ദേശിച്ചത് അവർക്കെതിരായിരിക്കും എന്നാണ്. അത് നേരെ മറിച്ച് വിക്രം ഫാമിലി എന്തെങ്കിലും ചെയ്താലും റോളക്സിന് സപ്പോർട്ടായിരിക്കും, പക്ഷെ അതും ഇൻഡയറക്റ്റ് ആയിട്ട്. ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെ ലോകേഷ് വെറുതെ കൊണ്ട് പ്ലേസ് ചെയ്തെന്ന് തോന്നുന്നുണ്ടോ? പുള്ളി ഇലക്ഷന് നിൽക്കുമെന്ന് മാസ്റ്ററിന്റെ ടൈമിലെ ഒരു റൂമറുകൾ വന്നു തുടങ്ങിയതാ. പോട്ടെ, മാസ്റ്റർ പോട്ടെ, ലിയോ ടൈമിൽ വന്നെങ്കിൽ വിചാരിക്കാം. നമ്മൾ ആ ടൈമിൽ അറിഞ്ഞെങ്കിൽ ലോകേഷ് എന്തായാലും അതിന് മുമ്പ് അറിഞ്ഞിരിക്കും. അത് അറിഞ്ഞിട്ടും LCUയിലേക്ക് പുള്ളിയെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അറിഞ്ഞുകൊണ്ടാരും ഇങ്ങനെ വള്ളി നിങ്ങറി പിടിക്കില്ലല്ലോ. അത് ലോകേഷിനും അറിയാം, വിജയ്ക്കും അറിയാം. ഇങ്ങനൊരു സൈൻ ചെയ്താൽ വരാതിരിക്കുന്ന സിനിമയിൽ വന്നേ പറ്റുള്ളൂ. ഒരു ക്യാമിയോ ആയിട്ടോ അല്ലെങ്കിൽ മുഴുനീള ക്യാരക്ടറായിട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഇത് എഴുതിയിട്ടോ മക്കളെ. വരാതിരിക്കുന്ന LCU സിനിമകളിൽ, അതിപ്പോഴും ഉണ്ടാവുന്ന അറിയത്തില്ല, ലോകേഷ് എന്തോ പറയുന്നത് നമുക്കും അറിയത്തില്ല. വരുന്ന സിനിമകളിൽ ലിയോ ആവശ്യമുണ്ടെങ്കിൽ ലിയോ വന്നിരിക്കും. അത് 100%. വെറുതെ ഒന്നും LCUയിലോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. വെറുതെ കൈതിന്ന് നെപ്പോളിയനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, വിക്രമിന്ന് കമലഹാസനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, പിന്നെ നമ്മുടെ സ്വരാശനും ചേച്ചിയും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഒരു ലൈക്കും കമൻറ്റും. ബബുബയുടെ ട്രെയിലറിനെ റെക്കോർഡ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതാണെങ്കിൽ മേലെ ഐ ബട്ടണിൽ കൊടുത്തേക്കാവേ. നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിന്യൂ. പിന്നെ ഗോട്ടിന്റെ ഡയറക്ടറായിട്ടുള്ള വെങ്കട് പ്രഭുവിന് എന്തോ ഒരു അവാർഡ് കിട്ടിയപ്പോൾ പുള്ളി പറഞ്ഞിരുന്നു 2026 അപ്പുറം പേസറെന്ന്. ഇതൊക്കെ ഒരു പോസിബിലിറ്റീസ് ആണ് പുള്ളിക്കാരൻ തിരിച്ചു വരാൻ. ഇനി തിരിച്ചു വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ കാര്യം, പുള്ളി ഇലക്ഷൻ ജയിച്ചാൽ പുള്ളി ഭയങ്കര ബിസി ആയിരിക്കും. CM ബിസി എന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കും അറിയത്തില്ല, ബിസി ആയിരിക്കും. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ 4-5 മാസത്തെങ്കിലും ഷൂട്ട് കാണും. അപ്പോൾ അത്രയും നാളത്തേക്കൊക്കെ മാറി നിൽക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പണിയാണ്. പുള്ളി ഇലക്ഷന് തോറ്റ കൺഫേം ആയിട്ട് തിരിച്ചു വരും, പക്ഷെ ജയിച്ച ചാൻസ് വളരെ കുറവാണ്. അഥവാ തിരിച്ചു വരാനാണെങ്കിൽ മുമ്പ് പറഞ്ഞ ലിയോയുടെ പോസിബിലിറ്റീസ് മാത്രമേ ഉള്ളൂ. ഗോട്ടിന്റെ കാര്യം നോക്കണ്ട, ഗോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫുൾ സിനിമയായിരിക്കും. സിനിമയെ പോലെ അല്ല രാഷ്ട്രീയം. അതിൽ നിന്നൊക്കെ കുറച്ച് ദിവസത്തേക്കെങ്കിലും മാറിയുന്ന നല്ല പണി മേടിക്കും. പുള്ളിക്ക് ഇപ്പൊ തന്നെ സിനിമയ്ക്കകത്തും കുറെ ശത്രുക്കളുണ്ട്, പുറത്തുമുണ്ട്. പുറത്തെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ തന്നെ എന്ന് വെച്ചാൽ സാധ്യത കുറവാന്നർത്ഥം. എന്തായാലും പുള്ളി ജയിച്ച വിജയുടെ ഒരു മുഴുനീള സിനിമ ഉണ്ടായിരിക്കത്തില്ല, തോറ്റ ഉണ്ടാവും. ജയിച്ചാലും ഇല്ലെങ്കിലും ലിയോദാസ് എവിടെയും പോകത്തില്ല, പുള്ളി ഇവിടെ തന്നെ കാണും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കടേ പ്ലീസ്. നാളെ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താം. അതുവരേക്കും ബൈ.